എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ f13 എന്ന് പറഞ്ഞ ഫോൺ റിവ്യൂ ആണ്. f13 എന്ന് പറയുമ്പോൾ f12ൻ്റെ ഒരു സക്സസർ ആയിട്ട് ഇറക്കുന്ന ഫോണാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. തമ്പനയിൽ നിങ്ങൾ ഈ ഫോൺ വാങ്ങരുത് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതുകൊണ്ട് ഇട്ടതല്ല. തമ്പനയിൽ ക്ലിക്ക് ബൈറ്റ് കിട്ടാനോ ഒന്നിനും വേണ്ടി ഇട്ടതല്ല. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ കഴിവതും ജെനുവിൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പൈസ കൊടുത്ത് മൊബൈൽ വാങ്ങി യൂസ് ചെയ്തിട്ടാണ് എൻ്റെ റിവ്യൂ പറയുന്നത്. എനിക്ക് റിവ്യൂ പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ ഫോൺ വാങ്ങി യൂസ് ചെയ്തപ്പോൾ അത്രയ്ക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. വേറെ ഒന്നുമല്ല, f12 എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ സമയത്ത് ഇറങ്ങി അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. ആ ഒരു മൊബൈലിൻ്റെ ഒരു സക്സസർ ആയിട്ടൊരു ഫോൺ ഇറക്കുമ്പോൾ കൂടുതലായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. ബോക്സിൽ നമുക്ക് ഫോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള കേബിൾ വരുന്നുണ്ട്, ടൈപ്പ് സി കേബിളാണ്. അതുപോലെ തന്നെ ചാർജർ വരുന്നുണ്ട്, 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജറാണ് വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ ഗ്ലോസി ആണെന്ന് തോന്നും, പക്ഷേ ഗ്ലോസി അല്ല, നല്ലൊരു മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്നും അട്രാക്ട് ചെയ്യില്ല. ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ചാർജ് ചെയ്യാനായിട്ട് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. ഫോണിൽ നമുക്ക് 2 സിമ്മും അതുപോലെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. 6000 mAh ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ ഫോൺ അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ഫോണാണ്. നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 12 ഫോൺ വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത്. അപ്പോൾ ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് പറയാം. വേറെ ഒന്നുമല്ല, നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറൊരു ഫോണിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ഇതിൽ നമുക്ക് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 6000 mAh ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 1.5 ദിവസം മുതൽ 2 ദിവസം വരെ. നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ദിവസം കിട്ടും. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി ഈ ഫോണിനെ പറ്റി അങ്ങനെ പോസിറ്റീവായിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല. നമുക്കിനി ഇതിൻ്റെ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാം. 6000 mAh ബാറ്ററി ഉള്ളൊരു ഫോണിൽ 10 വാട്ടിൻ്റെ ചാർജർ, അതായത് മിനിമം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ വേണം ഇതൊന്ന് ചാർജ് ആകാനായിട്ട്. ഏറ്റവും വലിയ നെഗറ്റീവ് ഈ ഫോണിൻ്റെ പ്രോസറാണ്. വേറെ ഒന്നുമല്ല, എക്സിനോസിൻ്റെ 850 എന്നുള്ള പ്രോസർ. ഇതേപോലത്തെ ദുരന്തം പ്രോസറൊക്കെ ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ മേല. അല്ല, നമ്മൾ ഈ ഫോണിൻ്റെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴായിക്കോട്ടെ എന്ത് ഈ ഫോണിൽ ചെയ്താലും ലാഗാണ്. നമ്മൾ അനിമേഷൻസൊക്കെ ഭയങ്കര സ്ലോ ആണ്. ഈ ഫോണിൽ അനിമേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ. നമ്മൾ ജസ്റ്റ് ഒരു പേജിൽ നിന്ന് അപ്പുറത്തെ പേജിലോട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര ലാഗി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ 7000-8000 രൂപ മുടക്കിയിട്ട് മേടിക്കുന്നൊരു ഫോണിനകത്ത് ഉണ്ടാകുന്ന പ്രോസറില്ലേ, ആ ഒരു പ്രോസറിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളൂ. അത്രയ്ക്ക് മോശം പ്രോസറാണ് വന്നിരിക്കുന്നത്. അവർ തന്നിരിക്കുന്ന പ്രോസർ ആയിക്കോട്ടെ ഒരു കൂതറ പ്രോസർ. എന്നിട്ട് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കി ഡെയിലി കണ്ട് സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ്, ജോഷ്, ഫോൺ പേ, ട്രൂ കോളർ, അങ്ങനെ ചവറ് പോലെയാണ്. നമ്മൾ യൂസ് ചെയ്യാത്തതും യൂസ് ചെയ്യുന്നതുമായിട്ട് അനാവശ്യമായിട്ടുള്ള ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് അവർ പ്രീ ഇൻസ്റ്റാളായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഗെയിമിങ്, ഒരു 10-15 മിനിറ്റ് ഒരു 20 മിനിറ്റ് കളിച്ച് കഴിയുമ്പോൾ തന്നെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്നുണ്ട്. വല്ല ക്യാൻഡി ക്രഷോ അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പിൾ റണ്ണൊക്കെയാണ് കുഴപ്പമില്ലാണ്ട് കളിക്കുക. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ പുറത്തൊക്കെ യൂസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇവന്മാരി ഇതിനകത്ത് നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസർ വന്നിട്ടില്ല. ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളൊന്നാണ് ഈ ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസർ. ഇപ്പോൾ ഞാൻ വീടിനകത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ചായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താത്തിയിട്ട് ബ്രൈറ്റ്നസ് കുറയ്ക്കണം. ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് വീടിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറച്ച് കിടക്കുന്നത് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ ബ്രൈറ്റ്നസ് കൂട്ടുന്ന സാധനം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തള്ളത്ത് പോയി നിൽക്കണം. സാംസങ് ഈ കാണിക്കുന്നതിനൊക്കെ ദുരന്തം എന്നല്ലാണ്ട് വേറെ എന്താ പറയുക. നമുക്ക് ഫോണിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളും കട്ട് ചെയ്തിട്ടല്ല ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ 60 Hz ആണ്, അതായത് നോർമൽ 60 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് നമ്മൾ കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന 90 Hz 120 Hz ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ പ്രോസസ്സർ ചീത്തയായതുകൊണ്ട് ലാഗുണ്ട്. അതിൻ്റെ കൂടെ 60 Hz കൂടെ ആയതുകൊണ്ട് വളരെ ഷോക്കാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് സിംഗിൾ സ്പീക്കറാണ്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് യാതൊരു പ്രശ്നമുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിംഗിൾ സ്പീക്കർ മതി. പക്ഷേ സിംഗിൾ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് കുറച്ച് ലൗഡ് ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ചില സമയത്ത് ഫോൺ നമ്മൾ പോക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല. നമ്മൾ ഈ റൂമിലിരിക്കുകയാണ്, ഫോൺ അപ്പുറത്തെ റൂമിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചില സമയത്ത് റിംഗ് ടോൺ പോലും നമ്മൾ കേൾക്കില്ല. അത്രയ്ക്ക് സൗണ്ട് കുറവാണ്, പക്ഷേ ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്. പിന്നെ എൻ്റെ ക്യാമറ 50 MP മെയിൻ ക്യാമറ വരുന്നത്. ഈ മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം വെളിച്ചമുള്ള സാഹചര്യത്തിൽ നമ്മൾ പകലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോയാണ്. സൂപ്പർ ഫോട്ടോ എന്ന് പറയാം. നമുക്ക് ബാക്കിയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബാക്കിയുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഫോട്ടോയാണ്, കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ, അതായത് രാത്രിയിലേക്ക് എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ മോശമാണ്. ഭയങ്കര ബ്ലറായിട്ടുള്ള ഭയങ്കര മോശം ഫോട്ടോസാണ് നമുക്ക് വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സെൽഫി ക്യാമറയും. സെൽഫി ക്യാമറ നമുക്ക് വരുന്നത് 8 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. വെട്ടമുള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും സെൽഫി അത്ര നല്ലതല്ല. വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ ഓവറായിട്ട് ബ്ലറും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും.
അപ്പോൾ ഓവറോൾ നോക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ നിങ്ങളോട് ഒരിക്കലും വാങ്ങാൻ പറയില്ല. വേറൊന്നുമല്ല, ഈ ഫോണിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് റിയൽമിയുടെ ഇപ്പം നാർസോ 50 എന്ന് പറഞ്ഞ ഫോണൊക്കെ ഉണ്ട്. ഈ ഫോണോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം പ്രൈസിൽ വരുന്ന സാധനമാണ്. അത് ഈ ഫോണിനേക്കാളും 100% ബെറ്ററാന്ന് ഞാൻ പറയും. വേറെ ഒരിക്കലും ഞാൻ റിയൽമി ഫാനോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഫോൺ അതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോൺ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. അതും 12,000 രൂപയ്ക്ക്. ഇപ്പോൾ ഈ ഫോൺ ഒരു 8,000 രൂപ ഉള്ളെങ്കിൽ ഞാൻ വാങ്ങിക്കോളാൻ പറയും. വേറെ ഒന്നുമല്ല, നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ ഈ ഫോണിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് വേറെ ഫോൺ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.